ദക്ഷിണ കൊറിയയിലെ ഏറ്റവും ജനപ്രിയയായ ഗായികയും നടിമാരിൽ ഒരാളുമാണ് ലീ ജിയൂൻ അഥവാ അയ്യു. അത്ര വലിയ തിളക്കമില്ലാത്തൊരു തുടക്കമായിരുന്നു അയ്യുവിൻ്റേത്. അയ്യു ഒരു ടോപ്പ് സ്റ്റാർ സെലിബ്രിറ്റിയായി വളർന്നത് അവരുടെ കഴിവിൻ്റെ ക്ഷമയും ഒപ്പം കഠിനാധ്വാനത്തിൻ്റെ ഫലവുമായാണ്. കുട്ടിക്കാലത്ത് തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കടന്നു വന്ന ആളാണ് അയ്യു. തൻ്റെ പാട്ടുകാരിയാവണമെന്ന ആഗ്രഹം മൂലം 20-ലധികം ഏജൻസികളിൽ ഓഡീഷൻ നൽകിയെങ്കിലും ആരും അയ്യുവിനെ സ്വീകരിച്ചില്ല. ഒടുവിൽ 2007 ലിയോൺ എന്റർടൈൻമെന്റ്സ് എന്ന ഏജൻസിയിൽ ചേരാൻ അയ്യുവിന് അവസരം ലഭിച്ചു. 2008 അയ്യുവിന്റെ ആദ്യ മിനി ആൽബമായ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് റിലീസ് ചെയ്യപ്പെട്ടു. എന്നാൽ ആൽബം അത്ര ശ്രദ്ധ നേടിയില്ല. തുടർന്ന് 2009 പല ആൽബങ്ങളും പുറത്തിറക്കിയെങ്കിലും വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അയ്യുവിന്റെ അപ്പിയറൻസ് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന K-pop സ്റ്റാൻഡേർഡുകളുമായി ഒത്തുപോകാത്തതും ഇതിന് കാരണമായി. എന്നാൽ 2010 ഇറങ്ങിയ മിനി ആൽബത്തിലുള്ള ഗുഡ് എന്ന പാട്ട് വലിയ ഹിറ്റായി. ഇത് അയ്യുവിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവായി. പാട്ടിലെ 3 ഹൈ നോട്ടുകൾ ആളുകളുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഇതിനുശേഷം അയ്യുവിനെ നേഷൻസ് ലിറ്റിൽ സിസ്റ്റർ എന്ന പേര് നൽകി ആരാധകർ ഏറ്റെടുത്തു. പിന്നീട് ആൽബങ്ങൾ ഹിറ്റാവാൻ തുടങ്ങുകയും അഭിനയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. 2011 ഡ്രീം ഹൈ എന്ന ഹിറ്റ് ഡ്രാമയിൽ പ്രധാന വേഷം ചെയ്തു. ഈ ഡ്രാമ വലിയ ഹിറ്റായിരുന്നു. കൂടെ അയ്യുവിൻ്റെ അഭിനയവും. അയ്യുവിൻ്റെ സംഗീത ജീവിതം പിന്നീട് കത്തിക്കയറുന്ന കാഴ്ചയാണ് കണ്ടത്. പല പാട്ടുകളും അയ്യു സ്വന്തമായി രചനയും സംഗീത സംവിധാനവും ചെയ്തതാണ്. അയ്യുവിൻ്റെ അഭിനയ ജീവിതത്തിൽ 2016 ഇറങ്ങിയ മൂൺ ലവേഴ്സും 2018 മൈ മിസ്റ്ററും വലിയ വഴിത്തിരിവായി. മൈ മിസ്റ്ററിലെ അഭിനയം അയ്യുവിനെ ഒരു ശക്തിയായ നടിയായി മാറ്റിയെടുത്തു. തുടർന്ന് 2019 ഹോട്ടൽ ഡെൽ ലൂണ അയ്യുവിൻ്റെ കൊറിയൻ ഡ്രാമ കരിയറിലെ ഒരു വൻപൻ ഹിറ്റായിരുന്നു. അയ്യുവിനെ ഇന്നും യുവ ആർട്ടിസ്റ്റുകൾ തങ്ങളുടെ റോൾ മോഡലായാണ് കാണുന്നത്. സ്വന്തം പാട്ടുകൾ എഴുതാനും സംഗീതം നിർമ്മിക്കാനുമുള്ള അയ്യുവിൻ്റെ കഴിവും സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്വഭാവവും തൻ്റെതായ വ്യക്തിത്വമാണ് അയ്യുവിനെ ഏറ്റവും ആരാധകപ്രിയയായ സൗത്ത് കൊറിയൻ കലാകാരിയായി മാറ്റിയത്. ഇന്ന് കൊറിയയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് അയ്യു.